ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജെറബേറ എന്ന ചെടിയുടെ 7 കെയറിംഗ് ടിപ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. സോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമതായിട്ട് സൂര്യപ്രകാശം. സൂര്യപ്രകാശത്തെ ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിൽ പോലും രാവിലത്തെ വെയിൽ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കുള്ള വെയിലിൽ നിന്ന് നിങ്ങൾ ഈ ചെടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇനി ഇൻഡയറക്റ്റ് ലൈറ്റിലാണ് വെച്ചേക്കുന്നതെങ്കിൽ ദിവസവും അതിന് വെയിൽ ലഭിക്കുന്നുണ്ട് എന്നും കൂടി നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇലകളിൽ വെള്ളം വീഴാത്ത രീതിയിൽ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇലകൾ മാക്സിമം ഡ്രൈ ആയിരുന്നു കഴിഞ്ഞാൽ ചെടി ഹെൽത്തി ആയിട്ടിരിക്കും. ഇതുപോലെ ഇലകളൊക്കെ മാറ്റി വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതുമാത്രമല്ല, നമ്മൾ എപ്പോഴും സോയിൽ ഡ്രൈ ആവുന്നു മനസ്സിലാക്കി വേണം വാട്ടറിങ് ചെയ്യാൻ. അതിനുവേണ്ടി നമുക്ക് സ്റ്റിക്കി ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ മണ്ണ് നമ്മുടെ കയ്യിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള വെള്ളം ഈ ചെടിക്കുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മൂന്നാമതായിട്ട് മണ്ണ്. നമ്മൾ ചെടി നടാൻ ഉപയോഗിക്കുന്ന സോയിൽ വെൽ ഡ്രെയിനിങ് പ്രൊപ്പഗേഷൻ മിക്സ് ആയിരിക്കണം. നമ്മളൊരു 60% മണൽ യൂസ് ചെയ്യുക, 40% ഗാർഡൻ സോയിൽ യൂസ് ചെയ്യുക. മണൽ ബെറ്റർ ഡ്രെയിനേജിന് സഹായിക്കും. നാലാമതായിട്ട് റീപോട്ടിംഗ് ആണ്. നമ്മുടെ ചെടിച്ചട്ടിയിലെ ചെടികൾ ഇതുപോലെ ക്രൗഡഡ് ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് മാറ്റി നടേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ തൈകൾ മാറ്റി നടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇതുപോലെ 4 സൈഡിൽ നിന്നും മണ്ണ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം തൈകൾ മാറ്റി നടാം. ഒരു തൈ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് തൈകൾ ഈ ചെടിയിൽ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ ഇവിടെ ഒരു ചെറിയ പോട്ടിലേക്ക് മണ്ണും മണലും കൂടെ മിക്സ് ചെയ്ത് ഒരു തൈ നട്ടു കൊടുക്കുകയാണ്. അഞ്ചാമതായിട്ട് പഴയ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയേണ്ടതാണ്. അപ്പോൾ ഒരുപാട് നാൾ നിന്ന് കരിഞ്ഞ ഇലകളൊക്കെ നമുക്ക് കാണാം. അതെല്ലാം പ്രോപ്പറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് കിളിച്ച് വരികയുള്ളൂ. ആറാമതായിട്ടുള്ളത് ഫെർട്ടിലൈസേഴ്സ് ആണ്. ഏത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നമുക്ക് ഇതിനിട്ട് കൊടുക്കാവുന്നതാണ്. 2 ആഴ്ച കൂടുമ്പോൾ ഇതുപോലെ ഫെർട്ടിലൈസേഴ്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഏഴാമതായിട്ടുള്ളത് ഈ ചെടിയിലുണ്ടാകുന്ന കീടങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നതാണ്. ചെടിയുടെ ഇലകളിൽ കാണപ്പെടുന്ന കീടങ്ങളെയൊക്കെ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള നീം ഓയിൽ സ്പ്രേ വെച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ചെടിയിൽ കാണുന്ന മെയിൻ പ്രോബ്ലമാണ് ക്രൗൺ റോട്ട്. ഇത് നമുക്ക് ഒരിക്കലും ഫംഗൽ സ്പ്രേ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ നമുക്ക് കറക്റ്റ് വേയിൽ തന്നെ പ്ലാന്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഓവർ വാട്ടർ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടിയെ ഈ റോട്ടിങ്ങിൽ നിന്ന് രക്ഷപ്പെടുത്താവുന്നതാണ്. സോ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. If you like this video, don't forget to give it a thumbs up. And if you haven't subscribed to the channel, please do subscribe. Thanks for watching, guys.